Welcome to RN Success Hub. Today we will discuss about few multiple choice questions from childhood nursing. So let's start. The first question, which is the shunt for drain of CSF from ventricle to abdominal cavity? That means CSF drain out ചെയ്യാൻ മീൻസ് വെൻട്രിക്കിളിൽ നിന്ന് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷണ്ട് ഏതാണ്? അപ്പോൾ നമുക്ക് എന്താണ് CSF എപ്പോഴാണ് ഡ്രെയിൻ ഔട്ട് ചെയ്യേണ്ടത്? ഹൈഡ്രോസെഫാലസിലാണ്. അക്യുമുലേഷൻ ഓഫ് CSF ഇൻ വെൻട്രിക്കുലർ മീൻസ് ബ്രെയിനിലെ വെൻട്രിക്കിളിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്, ഫോർത്ത് വെൻട്രിക്കിളിലൊക്കെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. സോ അത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഷണ്ട്. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്കാണ്. കുറേ 3-4 ടൈപ്പ് ഉണ്ട്. എക്സ്റ്റേണലുണ്ട്, ഇൻറ്റേർണലുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം അതിൻ്റെ ഓപ്ഷൻസ്. ഫസ്റ്റ് വെൻട്രിക്കുലോ പെരിറ്റോണിയ ഷണ്ട്, വെൻട്രിക്കുലോ പൾമിനറി ഷണ്ട്, ഏട്രിയോ വെൻട്രിക്കുലർ ഷണ്ട്, നൺ ഓഫ് ദ എബോ. നൺ ഓഫ് ദ എബോ അല്ല, ഇതിൻ്റെ അകത്തുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏട്രിയോ വെൻട്രിക്കുലർ ഷണ്ട്. ഏട്രിയോ വെൻട്രിക്കുലർ ഷണ്ട് എന്ന് പറഞ്ഞാൽ ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് ഷണ്ട് ഇങ്ങോട്ടിടും, റൈറ്റ് ഏട്രിയത്തിലേക്കിടും. അതായത് ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയം ഇൻഫീരിയർ വീനേക്കാവേയും സുപ്പീരിയർ വീനേക്കാവേയും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇടുന്നതിന്. അപ്പോൾ അതിൻ്റെ ഒപ്പം പോവും. അപ്പോൾ അത് ബേബീസിന് അത്ര റെക്കമെൻഡഡ് അല്ല. യങ് ഏജിൽ പൾമിനറി എഡീമയ്ക്കും ഒക്കെ കാർഡിയക് ഔട്ട്പുട്ട് ഹൈ ആകാനൊക്കെ കാരണമുണ്ട്. ഏട്രിയോ വെൻട്രിക്കുലർ റെക്കമെൻഡഡ് അല്ല, ബട്ട് എഗെയിൻ ചെയ്യാറുണ്ട്. സോ അപ്പം ഇതല്ല. അടുത്ത വെൻട്രിക്കുലോ പൾമിനറി ഷണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. വെൻട്രിക്കുലോ പൾമിനറി ഷണ്ട്, അതായത് അതും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്കുള്ളതാണ്. അപ്പം അതും ഇടത്തില്ല. ദെൻ എന്തായിരിക്കും ആൻസർ? വെൻട്രിക്കുലോ പെരിറ്റോണിയം. വെൻട്രിക്കിളിൽ നിന്ന് പെരിറ്റോണിയത്തിലേക്ക് ഇടുന്നതിനെയാണ്. അപ്പോൾ പെരിറ്റോണിയത്തിലേക്കാണ് കോമൺലി ഇടുന്നത്. എക്സ്റ്റേണലും ഇൻറ്റേർണലും ഉണ്ട്. എക്സ്റ്റേണൽ ആദ്യം വിടും, കാരണം ഇൻറ്റേർണൽ ആദ്യം വിട്ടാൽ ബ്ലോക്കായ പിന്നെ റീഓപ്പണിങ് ചെയ്യണം. എക്സ്റ്റേണൽ ഇട്ട് അത് അപ്പോൾ ഔട്ട് സൈഡിൽ കൂടെ നമുക്കതിൻ്റെ മിൽക്കിംഗ് ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്, നൺ ഓഫ് ദ എബോവ് അല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ നോൺ പ്രോഗ്രസീവ് ന്യൂറോ മസ്കുലാർ ഡിസോർഡർ. അപ്പോൾ ന്യൂറോ മസ്കുലാർ ഡിസോർഡർ ആയിരിക്കണം ഇതെല്ലാം. അതിൽ നിന്ന് നോൺ പ്രോഗ്രസീവ്, അതായത് വൺസ് ഇസ് ഹാപ്പൻ ഇറ്റ്സ് ഹാപ്പൻ, ഉണ്ടായപ്പോഴേ വന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ബ്രെയിൻ ഒരു ഡിസോർഡർ വന്നു, അത് പ്രോഗ്രസീവ് അല്ല, അത് അതുപോലെ തന്നെ ഇരിക്കും, അത് കുറയത്തുമില്ല. അതാണ് നോൺ പ്രോഗ്രസീവ് ന്യൂറോ മസ്കുലാർ ഡിസോർഡർ എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ഗുലിയൻ ബാരി സിൻഡ്രോം അതൊക്കെ പ്രോഗ്രസീവാണ്. ഇത് സെറിബ്രൽ അട്രീഷ്യ. സെറിബ്രൽ അട്രീഷ്യ എന്താണ്? ന്യൂറോ മസ്കുലർ ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് എഗെയിൻ വൺസ് അത് അല്ല, അതൊരു ഡിസോർഡർ അല്ല. സെറിബ്രൽ അട്രീഷ്യ അങ്ങനെ ഒരു ഡിസീസ് തന്നെ ബേബീസിനില്ല. ദെൻ സെർബ് പാൽസി, സെറിബ്രൽ ആക്സിഡൻറ്റ്, നൺ ഓഫ് ദ എബോവ് ഇട്. അപ്പോൾ ഇതെന്താണ്? സെർബ്രൽ ആക്സിഡൻറ്റ്. സെർബ്രൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ ബ്ലീഡിങ്ങോ ഒക്കെ വന്നിട്ടുള്ളതാണ്. അത് പ്രോഗ്രസീവാണ്. വൺസ് ഇസ് ഹാപ്പൻ കുറച്ച് അടുത്ത ടിഷ്യൂസിലേക്കൊക്കെ പ്രോഗ്രസീവ് ആവും. അടുത്തത് സെർബ് പാൽസി. സെർബ് പാൽസി വരുന്ന അറ്റ് ബർത്തിൽ, എസ്പെഷ്യലി ഡ്യൂ ടു പിൻസ് ബേബി അറ്റ് ബർത്തിൽ കരയാതിരിക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള ഓക്സിജനേഷൻ കുറയുന്നത് കൊണ്ടാണ് ബേബീസിന് യൂഷ്വലി സെർബ് പാൽസി വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ലേബർ, ഇങ്ങനെ ഒരുപാട് ലേബറിൻ്റെ സമയത്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം സംഭവിക്കുന്നത്. അപ്പോൾ കൊച്ച് കരയാതിരിക്കുക. ബ്രെയിൻ ഹൈപ്പോക്സിയ വരുമ്പോൾ ബ്രെയിൻ ടിഷ്യൂസ് ഡെത്താകും. ഇതിനാണ് അത് പിന്നെ സെർബ് പാൽസിയിലേക്ക് പോകും. ബ്രെയിൻ ഹൈപ്പോക്സിയാണ് HIE എന്ന് പറയും, ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻസെഫലോപ്പതി. അതാണ് സെർബ്രൽ പാൽസി. അത് വൺസ് ഇസ് ഹാപ്പൻ ലൈഫ് ഫോം ഇൻ ദ സെയിം, വി കാൺ ട്രീറ്റ്. ബട്ട് ഇപ്പോൾ കുറച്ച് ഹൈപ്പർബാരിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ വന്നതുകൊണ്ട് വിതിൻ 6 ഇയേഴ്സിൽ ചെയ്യുവാണെങ്കിൽ ബേബീസ് റിക്കവർ ആകാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. ഹൈപ്പർബാരിക് ഓക്സിജൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടും പിന്നെ ഇപ്പോൾ ബേബീസ് ഉണ്ടായി 24 അവേഴ്സിനുള്ളിൽ ഹെഡ് കൂളിംഗ് ബോഡി, ടോട്ടൽ ബോഡി കൂളിംഗ് ഉണ്ട്. ടെക്കോതെർമ, നിയോതെർമ, അങ്ങനെ കുറേ മെഷീൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട്, അതായത് 36 വീക്സിൽ എബോ ഉള്ള ബേബീസിന് അത് ചെയ്താലും സെറിബ്രൽ പാൽസി പ്രോഗ്രസീവ് ആകാതിരിക്കും. ബട്ട് എഗെയിൻ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് ആകുമല്ലോ, ആ സ്റ്റേജ് ലൈഫ് ലോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്ലിൻറ്റ് ആൻഡ് ബ്രേസസ് ആർ യൂസ്ഡ് ഇൻ സെർബൽ പാൽസി ടു ഇംപ്രൂവ്. അപ്പോൾ കൈയും കാലിലും ഒക്കെ ഇങ്ങനെ സ്പ്ലിൻ്റൊക്കെ വെക്കും, അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എല്ലാത്തിലും നൺ ഓഫ് ദ ബോയ്. മസ്കുലാർ ഇറിറ്റേഷന് വേണ്ടിയിട്ടല്ല,
മസിൽ വീക്ക്നെസ് മീൻസ് അത് നമ്മളൊരു വീക്കായ സാധനം സ്പ്ലിൻറ്റ് വെക്കുകയോ ഒക്കെ ചെയ്താൽ അത് വീക്ക് ഒരിക്കലും സ്ട്രോങ് ആകാറില്ല. പക്ഷേ നമുക്കൊരു കൺട്രോൾ കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മസിൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. വീക്ക് മസിൽസ് ആണ് സെറിബ്രൽ പാൽസിയിൽ. അതൊരിക്കലും ഇറിവേഴ്സിബിൾ ആണ്, അത് റിവേഴ്സിബിൾ അല്ല. സോ അതിനൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ മസിൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് സെറിബ്രൽ പാൽസിയിൽ സ്പ്ലിൻറ്റും ബ്രേസസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ്, എ 2-week-old child diagnosed as congestive cardiac failure ബിഫോർ അഡ്മിനിസ്ട്രിങ് ഡിജോക്സിൻ ദ നേഴ്സ് ഷുഡ്, അതായത് ബേബിയുടെ ഏജ് വീക്ക് ആദ്യം നോക്കണം. ഇങ്ങനെ ബേബീസിൻ്റെ നോക്കുമ്പോൾ ആദ്യം അവരുടെ ഏജാണ് നോക്കുന്നത്, പിന്നെ ഏജും വെയ്റ്റും. അല്ലെ ന്യൂ ബോണിൻ്റെ നോക്കുമ്പോൾ ഫസ്റ്റ് വെയ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ പീഡിയാട്രിക്കിൽ ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷനും എല്ലാം മാറുന്ന അവരുടെ ഏജും ന്യൂ ബോണിന് വെയ്റ്റും അനുസരിച്ചാണ്. സോ 2 weeks old ബേബിയാണ്. അപ്പോൾ അതിൻ്റെ ഹാർട്ട് റേറ്റ് എത്രയായിരിക്കും? 140 to 160 ഒക്കെ ആയിരിക്കും നോർമൽ ഹാർട്ട് റേറ്റ്. ഇതാണ് ഇതിൻ്റെ നോർമൽ ഹാർട്ട് റേറ്റ് നോർമൽ. ഓക്കെ. ഡിജോക്സിൻ എന്തിനാണ് കൊടുക്കുന്നത്? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലർ, അതായത് ബേബീസിന് വരുന്ന കൺജനൈറ്റൽ കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലർ ആണ് കാർഡിയാക് മയോപ്പതി ബിക്കോസ് ഓഫ് ബേബി ബോൺ ഫ്രം ഡയബറ്റിക് മദർ, അൺകൺട്രോൾഡ് ഡയബറ്റിക് മദർ. അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഡിജോക്സിനാണ്. അപ്പോൾ ഡിജോക്സിൻ കൊടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അപ്പോൾ അഡൽറ്റിന് എന്താണ് ശ്രദ്ധിക്കുന്നത്? ഹാർട്ട് റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്, അതായത് പൾസാണ് നമ്മൾ നോക്കുന്നത്. പൾസ് 60 താഴെയാണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. അതുപോലെ പീഡിയാട്രിക്കിന് 60 എന്ന് പറയുമ്പോൾ ഓൾറെഡി ബേബീസിന് റെസിസിറ്റേഷൻ്റെ ടൈമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പൾസ് തന്നെയാണ് നോക്കേണ്ടത്. ചെക്ക് എപ്പിക്കൽ പൾസ് ഫോർ 30 seconds ആൻഡ് മൾട്ടിപ്ലൈ ബൈ 2. അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ മൾട്ടിപ്ലൈ ബൈ 2 കഴിഞ്ഞിട്ട് എത്ര വേണം എന്ന് അവർ പറയുന്നില്ല. പൾസിൻ്റെ നമുക്കൊരു റിയൽ ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതല്ല, 30 seconds അല്ല ബേബീസിൻ്റെ എപ്പിക്കൽ പൾസ് നോക്കുന്നത്. 30 seconds നോക്കാം, 15 seconds നോക്കാം, 10 seconds നോക്കി മൾട്ടിപ്പിൾ ബൈ 10 ഇടാം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ആൻസർ ബിക്കോസ് ദ എക്സാക്ട് നമ്പർ ഈസ് നോട്ട് ഡിസ്പ്ലേഡ് ഹിയർ. സോ ദിസ് ഈസ് ഇൻകറക്റ്റ് ആൻസർ. Pulse is 92. Give drug and notify physician. Less than 100 ബേബീസിന് ബ്രാഡികാർഡിയാണ്. സോ 92 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 100 ആണെങ്കിൽ തന്നെ ബേബി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. സോ 92 ഇത് റോങ് ആണ്. ബേബി 2 weeks ആണ്. അടുത്ത എന്താണ്? ടേക്ക് റേഡിയൽ പൾസ് ഫോർ 1 full minute. ബേബീസിന് റേഡിയൽ പൾസ് നോക്കില്ല, കാരണം റേഡിയൽ ആർട്ടറി ഈസ് നോട്ട് മച്ചുർ ഇനഫ് ടു ചെക്ക് ദ പൾസ്. പക്ഷേ റേഡിയൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ പൾസല്ല നോക്കുന്നത്, ബേബീസിന് ഹാർട്ട് റേറ്റ് ആണ് നോക്കുന്നത്. അത് എപ്പിക്കൽ ഹാർട്ട് റേറ്റ് ഒക്കെയാണ് നോക്കുന്നത്. സോ റേഡിയൽ പൾസ് 1 full minute നോക്കിയിട്ട് എത്ര വേണം എന്നിവിടെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഇത് ഓൾസോ ഇൻകറക്റ്റ് ആണ്. അടുത്തത്, ഈ പൾസ് ഈസ് മോർ ദാൻ 130 per minute അഡ്മിനിസ്ട്രേഡ് ഡ്രഗ്, അതായത് ബേബീസിൻ്റെ നോർമൽ ഹാർട്ട് റേറ്റ് 140 to 160 ആണ്. അപ്പോൾ ചില ബേബീസിന് 122 വരെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മോർ ദാൻ 130, അപ്പോൾ 130 കൂടുതലാണെങ്കിൽ നമുക്ക് ഡിജോക്സിൻ കൊടുക്കാം. അതാണ് ബേസ് ലൈനേക്കാളും 10 കുറവ് എന്നാണ് പറയുന്നത്. ബേസ് ലൈൻ എത്രയാണ്? 120 ആണെങ്കിൽ അതിനേക്കാൾ 10, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തിനാണ് ഡിജോക്സിൻ കൊടുക്കുന്നത്? ഡിജോക്സിൻ കൊടുക്കുന്നത് ഇൻക്രീസ് ദ കാർഡിയാക് കൺട്രാക്ഷൻ, സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ, അതായത് സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ കൂട്ടുക. സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. പിന്നെ എന്താണ്? ഹാർട്ട് റേറ്റ് കുറയും. അതാണ് ഈ 3 റീസൺസ് കാരണത്തിന് വേണ്ടിയിട്ടാണ്, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് ഡിജോക്സിൻ കൊടുക്കുന്നത്. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലറിൽ ഒരു ബേബീസിന് ഒരു 200 ഒക്കെ ഒരു ഹാർട്ട് റേറ്റ് പോകും. അപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് ആയതുകൊണ്ട് കാർഡിയാക് ഔട്ട്പുട്ട് കുറവാണ്. കാർഡിയാക് ഔട്ട്പുട്ട് കുറവാകുന്നതുകൊണ്ട് ടിഷ്യൂസിന് വരുന്ന പെർഫ്യൂഷൻ കുറവാണ്. സോ ഡിജോക്സിൻ കൊടുക്കുന്ന എന്ത് സംഭവിക്കും? സ്ട്രെങ്ത് ഓഫ് കൺട്രാക്ഷൻ കൂടും, ഹാർട്ട് റേറ്റ് കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 ആക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ആൻസർ ഡി ആണ്. അടുത്തത്, നേഴ്സ് ഒബ്സർവ് ദ ചൈൽഡ് ഡയഗ്നോസ്ഡ് വിത്ത് ടെട്രോളജി ഓഫ് പാലറ്റ് ഇൻ സ്ക്വാട്ടിംഗ് പൊസിഷൻ. ദ നേഴ്സ് ഒബ്സർവ് ദ ചൈൽഡ് ഡയഗ്നോസ്ഡ് വിത്ത്, അപ്പോൾ ബേബീസിൻ്റെ ഡിസീസ് എന്നാണ്? ടോഫാണ്. ബേബിക്ക് ടോഫാണ്. ആ ബേബിനെ എങ്ങനെ കണ്ടു? സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ബേബി ഇരിക്കുന്നത് കണ്ടു. അത് ബേബി എങ്ങനെയാണ് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് നേഴ്സ് ചെയ്യേണ്ടത്?
അതായത് നോ ആക്ഷൻ ഈസ് നീഡഡ് അല്ല, എന്തെങ്കിലും ട്രെൻഡൽബർഗ് പൊസിഷൻ, സ്റ്റാൻഡപ്പ് ആൻഡ് വാക്ക് അറൗണ്ട് റൂം ആൻഡ് ഓക്സിജൻ അഡ്മിനിസ്റ്റർ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്തിനാണ് ടെട്രോളജി ഓഫ് വാലറ്റ് ബേബീസ് എടുക്കുന്നത്? ഇച്ചിരി വലിയ കൊച്ചുങ്ങളാണെങ്കിൽ എപ്പോഴും കളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പോയി ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷൻ കൊടുക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ പ്രസ് ചെയ്യുന്നതുകൊണ്ട് അയോട്ട കുറച്ച് കംപ്രസ് ആവും. അയോട്ട കംപ്രസ് ആകുമ്പോൾ ഇൻക്രീസ്ഡ് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ്, അതായത് സിസ്റ്റമിക് സർക്കുലേഷൻ റെസിസ്റ്റൻസ് വരും, കാരണം അയോട്ട കംപ്രസ് ആകുന്നുണ്ട്. സോ എന്ത് ചെയ്യും, അയോട്ടയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും, കാരണം അവിടെ കംപ്രസ് ആണല്ലോ. സോ ആ ബ്ലഡ് എവിടെയാണ്, ലെഫ്റ്റ് ഏട്രിയത്തിൽ കിടക്കും. ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന്, അപ്പോൾ ടോഫിൻ്റെ അകത്ത് നമുക്കറിയാം VSD ആണ്, റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടാണ്. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ കിടക്കുമ്പോൾ ഈ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് കുറയും, ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വരും, പൾമിനറി ആർട്ടറി പോവും. അപ്പോൾ കൊച്ചിന് കുറച്ച് ഓക്സിജൻ കിട്ടും. മനസ്സിലായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, കാരണം ഞാൻ ഓൾറെഡി ടോഫും അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ് പ്രീവിയസ് ക്ലാസ്സിൽ. അതുകൊണ്ടാണ്. അപ്പോൾ ടോഫിൻ്റെ 4 കണ്ടീഷൻ അറിഞ്ഞാലേ നമുക്ക് അറിയിക്കാൻ പറ്റും. അപ്പോൾ ഇത്ര കറക്റ്റായിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ കൊടുത്താൽ അടുത്തത് ബേബീസ് പോകാൻ പോകുന്ന സൈനോസിസിലേക്കാണ്, അത് ആയില്ലെങ്കിൽ. അപ്പോൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ്റെ ഇൻഡിക്കേഷൻ ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ്. സോ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ ഈസ് എ. നോ ആക്ഷൻ നീഡഡ് തെറ്റാണ്. ടെൻഡൻബർഗ് പൊസിഷൻ അതും റൈറ്റ് അല്ല. സ്റ്റാൻഡപ്പ് ആൻഡ് വാക്ക് അറൗണ്ട് ആണ് ബേബി, അപ്പോൾ തന്നെ സൈനോസിസിൽ പോകും, കാരണം ആക്ടിവിറ്റി കൂടുന്നതുകൊണ്ട്. അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. അപ്പോൾ ആൻസർ ഈസ് എ. അടുത്ത ക്വസ്റ്റ്യൻ, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ ഈസ് കോമൺ സീൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്? അതായത് ഏത് ടൈപ്പ് ഓഫ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസാണ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിൽ പോകുന്നത്? അത് നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. സൈനോട്ടിക് ഹാർഡിയാക് ഡിസീസ്, എസൈനോട്ടിക്, ഒബ്സ്ട്രക്റ്റീവ്, മിക്സ്ഡ്. അപ്പോൾ ഈ സൈനോട്ടിക് ഹാർഡിയാക് ഡിസീസ് ആണെങ്കിൽ അപ്പോൾ തന്നെ സർജറി ചെയ്യും. അപ്പോൾ ബേബി ഓക്കെ ആവും. എസൈനോട്ടിക് ഹാർഡിയാക് ഡിസീസ് ആണെങ്കിൽ ബേബിക്ക് കോമ്പൻസേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും, അപ്പോഴും നോ ഇഷ്യൂ. ഒബ്സ്ട്രക്റ്റീവ് കാർഡിയാക് ഡിസീസും സർജറി പോവും. അപ്പോൾ ഈ ഫസ്റ്റ് എ ആൻഡ് സി ഫസ്റ്റ് സർജറിക്ക് പോവും. പിന്നെ ബി ആണെങ്കിൽ ബേബിക്ക് കോമ്പൻസേഷൻ ഉണ്ട്. മിക്സ്ഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സർജറി ചെയ്യില്ല. മിക്സ്ഡ് ആണല്ലോ, കുറച്ച് ഓക്സിജൻ ബേബിക്ക് കിട്ടുന്നുണ്ട്. സർജറി ഡിലേ ആക്കി കൊണ്ടുവരും. പിന്നെ എന്ത് ചെയ്യും, ബേബി അഡ്ജസ്റ്റ് ചെയ്ത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിലേക്ക് പോകും. ഇത് കോമൺലി സംഭവിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മണി ഇഷ്യൂ, ബേബിയുടെ ഹെൽത്ത് ഇഷ്യൂ, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി ഇഷ്യൂ. ഈ 3 ഇഷ്യൂസ് കാരണമാണ്. അതായത് എസ്പെഷ്യലി റൂറൽ ഏരിയയിലൊക്കെയാണ്. അതുകൊണ്ട് മിക്സഡ് ഹാർട്ടിലാണ് ബേബീസ് CHF, അതായത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിലേക്ക് പോകുന്നത്. ബാക്കിയൊക്കെ ബേബിക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫാസ്റ്റ് സർജറി ചെയ്യും. എസൈനോട്ടിക് ആണെങ്കിൽ ബേബിക്ക് ഇനഫ് ഓക്സിജൻ കിട്ടുന്നതുകൊണ്ട് അവർ സർവൈവും ആകും. അപ്പം ഇതിൻ്റെ അകത്ത് ആൻസർ ഈസ് ഡി. മിക്സ്ഡ് അതുകൊണ്ടാണ് ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അടുത്തത് ഹൈപ്പർ സൈനോട്ടിക് സ്പെൽസ് ആർ സീൻ ഇൻ. ഹൈപ്പർ സൈനോട്ടിക് സ്പെൽസ് അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അറിയേണ്ടതാണ്. ഇവയും ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ചോദിക്കാൻ കേട്ടിട്ടുണ്ട്. ഹൈപ്പർ സൈനോട്ടിക് സ്പെൽസ് എന്താണ്? അതായത് ഇതൊരു ബേബിക്ക് ഹൈപ്പർ സൈനോട്ടിക് സ്പെൽസ് എന്ന് പറഞ്ഞാൽ അത് യൂഷ്വലി അത് വരുന്നത്, ഇത് നമുക്ക് നോക്കാം. ടെട്രോളജി ഓഫ് വാലറ്റ് കിടക്കട്ടെ. ട്രൈക്കസ്പിഡ് അട്രീഷ്യ, അതായത് റൈറ്റ് സൈഡിലെ വാൽവയുള്ള അട്രീഷ്യയ്ക്കല്ല. വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് അല്ല. കൊയാട്രേഷൻ ഓഫ് അയോർട്ടയ്ക്കും അല്ല. ഇതിൻ്റെ ടെട്രോളജി ഓഫ് വാലറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഹൈപ്പർ സൈനോട്ടിക് സ്പെൽ. ഹൈപ്പർ സൈനോട്ടിക് സ്പെൽ എന്നാന്ന് ഞാൻ പറയാം. ആൻസർ ചെയ്യാണ്. ബേബിക്ക് ടെട്രോളജി ഓഫ് വാലറ്റിൽ ബേബിക്ക് ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അതിൻ്റെ ഫരോക്സിസം ഓഫ് ഹൈപ്പർ അപ്നിയ എന്ന് പറയുന്നത്. ബേബി ഭയങ്കര റാപ്പിഡായിട്ട് ബ്രീത്ത് എടുക്കും, ഡീപ്പ് ബ്രീത്ത് എടുക്കും. ദെൻ ഭയങ്കര ഓളിയത്തിൽ ബേബി കരയും, പിന്നെ സൈനോസിസിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കാർഡിയാക് വാർഡുകളൊക്കെ കാണാം. ബേബി ഭയങ്കരമായിട്ട് കരയുന്ന സൗണ്ട് കേട്ടാൽ അടുത്ത സൈനോസിസ് ആണ്. ആ ബേബിക്ക് ടോഫ് ആയിരിക്കും. ഇതിനാണ് ഹൈപ്പർ സൈനോട്ടിക് സ്പെൽ എന്ന് പറയുന്നത്. ചെറിയ ബേബി അങ്ങനെ ചെയ്യും. ഇച്ചിരി വലിയ ബേബിയാണെങ്കിൽ ആദ്യം സ്ക്വാട്ടിംഗ് പൊസിഷൻ എടുക്കും, പിന്നെ ഈ ഇങ്ങനത്തെ ഭയങ്കര ഹൈ ലൗഡ് ക്രൈ, ദെൻ സൈനോസിസ്. ഇതാണ് ഹൈപ്പർ സൈനോട്ടിക് സ്പെൽസ്. അത് പറഞ്ഞ പോലെ തന്നെയാണ് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് ഹൈ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ടെട്രോളജി ഓഫ് വാലറ്റ് ആണ്. ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ടോഫ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യാത്തത്.
ദ പൊസിഷൻ ഓഫ് ചൈൽഡ് ആഫ്റ്റർ സർജറി ഓഫ് ഇംപെർഫറേറ്റ് ഏനസ്. അതായത് ഇംപെർഫറേറ്റ് ഏനസ് കഴിഞ്ഞാൽ ബേബിക്ക് കൊടുക്കുന്ന പൊസിഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇംപെർഫറേറ്റ് ഏനസ് കൊടുത്തു കഴിഞ്ഞ് മീൻസ് നമുക്കറിയാം അറ്റ് ബർത്തിൽ ഏനൽ ഓപ്പണിങ് കാണത്തില്ല, അത് സർജറി ചെയ്യുന്നതാണ്. അത് പല ടൈപ്പ് ഉണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, അതൊന്നും പറയുന്നില്ല. ആ സർജറിക്ക് എന്ത് പൊസിഷനാണ് കൊടുക്കുന്നത്? സുപ്പൈൻ പൊസിഷനിൽ കിടത്താൻ പാടില്ല. സുപ്പൈൻ പൊസിഷനിൽ പ്രഷർ വരും. സോ അത് ഇൻകറക്റ്റ് ആണ്. ഹെഡ് ഇലവേറ്റഡ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രഷർ വരും സർജറി സൈറ്റിലേക്ക്, അതും ഇൻകറക്റ്റ് ആണ്. ലെഗ് ഇലവേറ്റഡ് പൊസിഷനിൽ കൊടുക്കാൻ പാടില്ല, ഫ്യൂച്ചർ സൈറ്റിന് അതിനും അഫക്റ്റ് ചെയ്യും, അതും ഇൻകറക്റ്റ് ആണ്. പ്രോൺ പൊസിഷനിലാണ് കിടത്തുന്നത്, കാരണം പ്രോൺ പൊസിഷനിൽ എക്സ്പോസ്ഡ് ഒക്കെ ആയിട്ടാണ്. മൈൽഡ് കേസിലാണ് ഒരു പ്രോബ്ലം ഇല്ല, എക്സ്പോസ്ഡ് ഒക്കെ ആയിട്ടാണ് കിടത്തുന്നത്. അപ്പോൾ ആൻസർ സി ആണ്. അത് കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാമല്ലോ. ഇത് ഹിപ്പ് ഡിസ്പ്ലാസിയയ്ക്കാണ് പറയുന്നതാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹിപ്പിനാണിത്, DDH. ദ നേഴ്സ് നോട്ടഡ് ദാറ്റ് ദ വൺ ലെഗ് ലോവർ ദാൻ അതർ വെൻ നീ ഈസ് ബെൻഡ് ഇറ്റ്സ് ഇൻഡിക്കേറ്റ്. അതായത് ഒരു കൊച്ചുണ്ടായിക്കപ്പോഴത്തേക്ക് അതിന് ഹിപ്പ് ഡിസ്പ്ലാസിയ ഉണ്ടോ, അതായത് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഉണ്ടോ എന്നറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡിസ്പ്ലാസിക് ഹിപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഹിപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ, അതായത് ആ പൊസിഷനിൽ നിന്ന് മാറിയാണോ ഇരിക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി ചെയ്യുന്ന കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതിലേതൊരു ടെസ്റ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. വൺ ലെഗ്, അതായത് വൺ ലെഗ് ലോവർ ദാൻ അതർ വെൻ നീ ഈസ് ബെൻഡ്, അതായത് മുട്ടിങ്ങനെ മടക്കി വെക്കാൻ പറഞ്ഞപ്പോൾ ഒരു കാല് മറ്റേ കാലിനേക്കാൾ ചെറുതാണെന്ന് കണ്ടുപിടിച്ചു. അതിന് പറയുന്ന അത് ഏത് സൈനാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ സൈനുകളെല്ലാം അറിയണം. ഫസ്റ്റ് എന്താണ് ടെൻഡൻബർഗ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡൻബർഗ് സൈനിൻ്റെ അകത്ത് എന്നാണ് യൂസ് ചെയ്യുന്നത്. ടെൻഡൻബർഗ് സൈന് ടെൻഡൻബർഗ് സൈൻ്റെ അകത്ത് മസിൽ വീക്ക്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഹിപ്പ് മസിൽ വീക്ക്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ടെൻഡൻബർഗ് പൊസിഷൻ നോക്കുന്നത്. അപ്പം ഇതല്ല, അപ്പോൾ ഇത് മസിൽ വീക്ക്നെസ് അല്ലല്ലോ, ബോണിൻ്റെ ലെന്ത് അല്ലേ ചോദിച്ചേക്കുന്നത്, അപ്പോൾ ഇതല്ല. നെക്സ്റ്റ് ബാർലോ ആൻഡ് ഓട്ടോലാനിൻ ടെസ്റ്റ് ഉണ്ട്. ഈ ഓട്ടോലാനിൻ ടെസ്റ്റാണ് പിന്നെ ബാർലോ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് അറ്റ് ബർത്തിൽ ബേബി ഉണ്ടാകുമ്പോൾ അവരുടെ തയ്യൽ രണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു, അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബേബിയുടെ ഹിപ്പ് അതിൻ്റെ സ്ഥലത്തു നിന്ന് ഇച്ചിരി മൂവ് ആയെന്നാണ്, അതായത് മൂവബിൾ ആണെന്നാണ്. അപ്പോൾ ബാർലോയും ഓട്ടോലാനിൻ ടെസ്റ്റ് സെയിം വേയിലാണ് ചെയ്യുന്നത്. ബേബീനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തുക, ഹിപ്പിൽ രണ്ട് കയ്യിലും പിടിക്കുക, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ക്ലിക്ക് മീൻസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നതിനാണ്, ക്ലിക്ക് സൗണ്ടാണ് അതിൻ്റെ അകത്ത് കേൾക്കുവാണെങ്കിൽ ഹിപ്പ് ഡിസ്പ്ലാസിയ ഉണ്ട്. അപ്പോൾ ഈ ബാർലോയും ഓട്ടോലാനിൻ സൈനും ഒരുപോലെയാണ്. ഈ എലിസ് സൈൻ എന്ന് പറഞ്ഞാൽ ബേബീനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തുക, നീ ബെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫുഡ് ഫ്ലാറ്റായിട്ട് ഫീറ്റ് ഫ്ലാറ്റ് സർഫസിൽ വെക്കുക. സർഫസിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു നീ മറ്റേ നീയേക്കാൾ കുറച്ച് താഴെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു കാലിന് മറ്റേ കാലിനേക്കാൾ കുറച്ച് പൊക്കം കുറവാണ്, നീളം കുറവാണ്. അതാണ് ചോദിച്ചത്. വൺ ലെഗ് ലോവർ ദാൻ അതർ വെൻ നീ ഈസ് ബെൻഡ്. അതപ്പോൾ ഇതിൻ്റെ ആൻസറാണ് എലിസ് സൈൻ. നെക്സ്റ്റാണ് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റെനോസിസ് ഡയഗ്നോസ്ഡ് ബൈ പാൽപേറ്റിംഗ് എബ്ഡോമൻ. അതായത് ഹൈപ്പർട്രോഫിക് പൈലോറിസ് ഇതെല്ലാം ബേബീസിൻ്റെ കേസസ് ആണ്. ഒരു പ്രാവശ്യം വന്ന എക്സാമാണിത്. പൈലോറിക് സ്റ്റെനോസിസ് പാൽപേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? പൈലോറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈലോറിസ് ഈസ് എ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്കിനും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് പൈലോറസ്. അവിടെ ഒരു പൈലോറിക് സ്പിൻഡർ മസിലുണ്ട്. ഈ സ്പിൻഡർ മസിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്പിൻഡർ മസിലിന് ഡയമീറ്റർ കുറവായിരിക്കും, സ്റ്റെനോസിസ് വരും. അപ്പോൾ അത് വരുന്ന എവിടെയായിരിക്കും? സ്റ്റൊമക്കിൻ്റെ താഴ്ഭാഗത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ പോർഷൻ എവിടെയായിരിക്കും? ലോവർ അബ്ഡോമിനിലേക്ക് ആയിട്ടായിരിക്കും വരുന്നത്. ദെൻ ഒലീവ് ഷേപ്പ് മാസ്, അത് ചെറിയ മാസ് ഇൻ റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ് ഓഫ് അബ്ഡോമൻ. റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിൽ എന്താണ് കിടക്കുന്നത്? സ്റ്റൊമക്കും പാട്ടൊക്കെയാണ്.
ഒലിവ് ഷേപ്പ് മാസ് ഇൻ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് അബ്ഡോമൻ. ലോവറിലേക്കാണ് ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ പാർട്ട് വരുന്നത്. ഇറഗുലർ മാസ് ഇല്ല, പ്രൊട്രൂഷൻ ഒന്നും കാണാൻ പറ്റത്തില്ല. വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ മാത്രമേ പൈലോറി സ്റ്റെനോസിസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി നമ്മൾ അറിയുന്നത് പ്രൊജക്റ്റൈൽ ഒമിറ്റിംഗ് വിത്ത് യെല്ലോയിഷ് ഗ്രീൻ സെക്രീഷൻ, അതാണ് ഇതിൻ്റെ ഫസ്റ്റ്. പൈലോറി സ്റ്റെനോസിസ് ആണ് ബേബി ഭയങ്കര പ്രൊജക്റ്റൈലായിട്ട് ഒമിറ്റ് ചെയ്യും. കളർ യെല്ലോ ഗ്രീനിഷ്, അതായത് എന്താണ് ഗ്യാസ്ട്രിക് ജ്യൂസും ബൈലും മിക്സ് ചെയ്ത ഒരു കളർ. ഇതാണ് അതിൻ്റെ മെയിൻ ഡയഗ്നോസിസ്. പിന്നെ മാസൊക്കെ അത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു കൺഫർമേഷനൊക്കെ വേണ്ടി നോക്കുന്നതാണ്. സോ ഇത് ഓഫ് കോഴ്സ് ഇതെവിടെയാണ്? ഒലിവ് ഷേപ്പ് മാസ് ഇൻ ദ റൈറ്റ് ലോവർ ക്വാഡ്രൻ്റ് ആണ്. അപ്പം ആൻസർ ഈസ് ബി. നെക്സ്റ്റ്, എ 8-year-old ചൈൽഡ് ഈസ് അഫക്റ്റഡ് വിത്ത് മീസൽസ്. ദ സ്പെസിഫിക് സൈൻ മേ ഇൻക്ലൂഡ് ദ ഫോളോ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുമ്പോൾ മുതൽ കേട്ട് പഠിക്കുന്നതാണ്. 8-year-old ചൈൽഡ് വിത്ത് മീസൽസിൻ്റെ സൈൻ എന്താണ്? പരോട്ടിഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് അല്ല, അതുമായിട്ട് ബന്ധമില്ല. ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് വരും, പക്ഷേ സ്പെസിഫിക് സൈനാണ് ചോദിച്ചേക്കുന്നത്. ബാർക്കിംഗ് കോഫും മീസൽസിൻ്റെ അകത്ത് വരത്തില്ല, ബാർക്കിംഗ് കോഫ് വരില്ല. സോ കോപ്ലിക് സ്പോട്ട് നമ്മൾ കേട്ടേക്കുന്നതാണ്, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൻസർ ഈസ് സി. ഇൻ പ്രീനേറ്റൽ പീരീഡ് മദർ ഇൻഫെക്റ്റഡ് വിത്ത് റുബെല്ല വൈറസ് ഇൻ ന്യൂബോൺ. അപ്പം റുബെല്ല വൈറസ് ഭയങ്കര പ്രോബ്ലം ഉള്ളതാണ്. അത് അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ റുബെല്ല വൈറസിൻ്റെ ആയിരുന്നു. അപ്പോൾ ന്യൂബോണിന് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ചാൻസ് അല്ല, റുബെല്ല വൈറസ് വളരെ ആക്റ്റീവായിട്ടുള്ള വൈറസാണ്. ഇത് ഫസ്റ്റ് 3 മന്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ ഇതിനെയും കൊച്ചിന് വരും. അതായത് ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസാണ് വരുന്നത്. അതായത് ഫസ്റ്റ് മന്തിൽ വരുന്ന ബ്രെയിൻ, ഹാർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ ഡെവലപ്പ് ആകുമോ അതിനെല്ലാം പ്രോബ്ലം വരും. റുബെല്ല, സോ റുബെല്ല ടൈറ്ററൊക്കെ നോക്കി അതൊക്കെ കൊടുത്തിട്ടൊക്കെയാണ്. 180 താഴെയാണെങ്കിൽ റുബെല്ല വാക്സിനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. പ്രഗ്നൻസിയിലൊന്നും കൊടുക്കില്ല, കാരണം അത് ബേബീനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അത് ഷുവറായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം സോ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കി. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതൊക്കെ ലേറ്ററാണ്. ബേബിക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്ന അമ്മയ്ക്ക് പെരിനേറ്റൽ പീരീഡായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്യൂറിങ് ഡെലിവറിയിൽ PROM, പ്രീമച്ചുർ റപ്ചർ ഓഫ് മെംബ്രെയിനോ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് റപ്ചർ ഓഫ് മെംബ്രെയിനോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇൻകറക്റ്റാണ്. പ്രീമച്യൂരിറ്റി, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രീമച്യൂരിറ്റി പിന്നെ ട്രക്യോഇസോഫാജിയൽ ഫിസ്റ്റുല ഈ മീസൽസ് ആയിട്ട് യാതൊരു കണക്ഷനും ഉള്ളതല്ല. കാരണം ഇത് ഡെവലപ്പ് ആകുന്ന ആഫ്റ്റർ 3 മന്തിൻ്റെ എൻഡൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് കറക്റ്റ് ഫോം ചെയ്യുന്നത്. ദെൻ കൺജനൈറ്റൽ കാർഡിയാക് ഡിസീസ്, അതായത് ഹാർട്ടിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഈസ് ബി. നെക്സ്റ്റ്, സ്പൈന bifida occur due to nutritional deficiency. Which of the following help for development of neural tube defect? സ്പൈന ബൈഫിഡ ഉണ്ടാകുന്നത് ന്യൂറൽ ട്യൂബ്, അതായത് ബാക്കിലെ സ്പൈനക്കോഡ് ഉള്ള ഭാഗത്ത് ഡെവലപ്മെൻറ്റൽ ഡിലേ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ അധികം ഡ്യൂ ടു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഏത് കാരണം എന്നാണ് ചോദിക്കുന്നത്. വൈറ്റമിൻ എ അല്ല, പ്രോട്ടീൻ ഒരു ന്യൂട്രീഷൻ അല്ല, ദെൻ അയൺ മിനറലിൻ്റെ ഒക്കെ അണ്ടർ മീൻസ് അതെ പ്രോട്ടീൻ ന്യൂട്രീഷനാണ്, ബട്ട് വൈറ്റമിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ദെൻ അയൺ അല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഫോളിക് ആസിഡാണ്. ഫോളിക് ആസിഡ് പ്രഗ്നൻസിക്ക് മുമ്പേ പ്രീ പ്രഗ്നൻസിയിലേ കഴിക്കണം എന്നൊക്കെയാണ്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ് മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ്, കാരണം പ്ലാൻഡ് അല്ലാതെ. ബട്ട് ഇപ്പം പ്രഗ്നൻസിക്ക് മുമ്പ് പ്ലാൻ ഉള്ളപ്പോഴേ ഫോളിക് ആസിഡ് കഴിക്കണം. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണെന്നുകൊണ്ടാണ് ഈ സ്പൈന ബൈഫിഡ പോലുള്ള എല്ലാ ഡിസീസും വരുന്നത്. ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ഇതെല്ലാം വരുന്നത് ഫോളിക് ആസിഡ് കാരണമാണ്. So, child heart shunt procedure, which of the following sign indicate shunt is functioning properly? ഇതൊക്കെ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ബേബിക്ക് ഷണ്ട് പ്രൊസീജിയർ ചെയ്തു, അതായത് പെരിറ്റോണിയം ടു വെൻട്രിക്കിൾ ടു പെരിറ്റോണിയം, ഹെഡ് ടു എബ്ഡോമൻ ഷണ്ട് ഇട്ടു. ഷണ്ട് ഇടുമ്പോൾ എന്നാ ചെയ്യും? ഹെഡിലുള്ള ഫ്ലൂയിഡെല്ലാം അബ്ഡോമനിലേക്ക് പെരിറ്റോണിയം ക്യാവിറ്റിയിലേക്ക് ഡ്രെയിൻ ഔട്ടായി. അപ്പോൾ മീൻസ് ഹെഡിന് എന്നാ പറ്റും? അതിൻ്റെ സൈസ് കുറയും. ഇതാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ഇവർ ഓപ്ഷൻസ് നോക്കി. സൺസെറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
സൺസെറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസെഫാലസ് ഒരുപാട് കൂടി കഴിയുമ്പോൾ കൊച്ചിൻ്റെ കണ്ണിൻ താഴേക്ക് വരുന്നതിനെയാണ്, അതായത് വൈറ്റ് ഭാഗം മുകളിൽ കണ്ടിട്ട് അതിൻ്റെ കോർണിയ താഴേക്ക് വരുന്നതിനെയാണ് സൺസെറ്റ് പോലെ വരുന്നതിനെയാണ് സൺസെറ്റ് സൈൻ എന്ന് പറയുന്നത്. അത് അതിൻ്റെ സിവിയർ ഫോമാണ്. അപ്പോൾ അതല്ല, ഇത് ഓൾറെഡി സർജറി ചെയ്ത് ബേബി ഓക്കെ ആയപ്പോൾ എന്താണെന്നാണ് അവർ ചോദ്യം. ദെൻ ബൾജിങ് ആൻറ്റീരിയർ ഫോണ്ടനല്ലയും ഹൈഡ്രോസെഫാലസിൻ്റെ സൈനാണ്. വൈഡനിങ് സൂച്ചേഴ്സും ഹൈഡ്രോസെഫാലസിൻ്റെ സൈനാണ്. അത് ഫ്ലൂയിഡ് കിടക്കുമ്പോൾ സൂച്ചർ വൈഡാവും, ഫോണ്ടനല്ല ബൾജാവും, സൈൻ്റെ ലാസ്റ്റ് സൺസെറ്റ് സൈൻ വരും. അപ്പോൾ എന്താണ്? ഓഫ് കോഴ്സ് ഡിക്രീസ്ഡ് ഹെഡ് സർക്കംഫറൻസ് ആണ്. സർജറി കഴിയുമ്പോൾ തന്നെ 2 സെൻറ്റിമീറ്റർ കുറയണം, പിന്നെ ഓരോ ദിവസവും 1 സെൻറ്റിമീറ്റർ കുറഞ്ഞ് നോർമൽ എത്തണം എന്നാണ് ഇതിൻ്റെ, നമ്മളതനുസരിച്ചാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഈസ് ബി. നെക്സ്റ്റ്, എ 6-month-old infant diagnosed as hydrocephalus, nurse assess for major sign. അപ്പോൾ ഹൈഡ്രോസെഫാലസിൻ്റെ മേജർ സൈൻ എന്താണ്? അതായത് കൊച്ച് 6 month ഓൾഡേ ഉള്ളൂ, അതിന് നമ്മൾ പ്രത്യേകം ഏജും മന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മേജർ സൈൻ എന്താണ്? എപ്പിക്കൽ പൾസ് അല്ല. എപ്പിക്കൽ പൾസ് നമ്മൾ ഹാർട്ട് റേറ്റ് നോക്കേണ്ട ആവശ്യമില്ല, ബ്ലഡ് പ്രഷർ നോക്കേണ്ട, അതൊക്കെ നോർമലായിട്ട്. യൂറിൻ ടെസ്റ്റ് ഫോർ അതും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പാൽപേറ്റ് ആൻറ്റീരിയർ ഫോണ്ടനല്ല. ആൻറ്റീരിയർ ഫോണ്ടനല്ല ഓപ്പൺ ആണ്. അപ്പോൾ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഒരു പൾസേറ്റിംഗ് മൂവ്മെൻറ്റ് കാണും. കാരണം ഈ ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൾസേറ്റിംഗ് മൂവ്മെൻറ്റ് ഫീൽ ആകും. അതാണ് ഹൈഡ്രോസെഫാലസിൻ്റെ ഫസ്റ്റ് സൈൻ. അപ്പോൾ ആൻസർ സി ആണ്. നെക്സ്റ്റ്, the parent asked the nurse about cerebral palsy. The nurse responds based on her understanding that. അതായത് പാരൻസ്, അപ്പോൾ സെറിബ്രൽ പാൽസി ഉള്ളൊരു ബേബിയുടെ പാരൻസ് അതിനെക്കുറിച്ച് ചോദിക്കുവാണ് കണ്ടീഷൻ. അപ്പോൾ നേഴ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് നേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ OET ഒക്കെ പഠിച്ചവരൊക്കെ കാണും. അപ്പോൾ അങ്ങനെ സാധാരണക്കാർക്ക് ലെറ്റർ എഴുതുന്ന മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യില്ല. പിന്നെ എന്താണ്, നമ്മൾ പ്രൊഫഷണൽസിന് എഴുതുമ്പോൾ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യും. അതുപോലെ അപ്പോൾ അതായത് പേരൻസിന് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാതെ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. ഇൻഫെക്ഷൻ ഡിസീസ് ഓഫ് CNS, ഓഫ് കോഴ്സ് അവർക്ക് മനസ്സിലാവില്ല CNS എന്നാന്ന്, അപ്പോൾ അത് ഇൻകറക്റ്റാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ, അതും മനസ്സിലാവില്ല. കൺജനൈറ്റൽ സ്പൈനൽ ഡിഫക്റ്റ്, അതും മനസ്സിലാവില്ല. അപ്പോൾ അവരോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പേരൻസിന് മനസ്സിലാവുന്ന എന്താണ്? ക്രോണിക് ഡിസബിലിറ്റി വിച്ച് ഇംപെയർഡ് മസിൽ മൂവ്മെൻറ്റ് ആൻഡ് പോസ്റ്റർ. ഇതാണ് മസിൽ മൂവ്മെൻറ്റിനെയും ഷേപ്പ് പോസ്റ്ററിനെയും എല്ലാം ബാധിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ് എന്ന് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആൻസർ ഡി ആണ്. The next question, nurse caring for a child with cerebral palsy, her goal is to. അപ്പോൾ cerebral palsy ഇറിവേഴ്സിബിൾ ആണ്, നോൺ പ്രോഗ്രസീവ് ആണ്, പേഷ്യൻ്റ് ഭയങ്കര പതറ്റിക് കണ്ടീഷൻ, അങ്ങനെയുള്ള ആളെ ചെയ്യുമ്പോൾ നേഴ്സിൻ്റെ ഗോൾ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതെന്താണ്? എലിമിനേറ്റ് ദ കോസ് ഓഫ് ഡിസോർഡർ. എലിമിനേറ്റ് ദ കോസ് വൺസ് എന്താണെന്ന് നമുക്കറിയില്ല. ഇഡിയോപ്പതിക് കോസാണ്, ബർത്തിൽ സംഭവിക്കുന്ന കോസാണ്, അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ക്യൂർ ദ ഡിസോർഡർ ഇറിവേഴ്സിബിൾ ആണ്, ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ഈസ് എലിമിനേറ്റഡ് ഓൾറെഡി. പ്രിവെൻറ്റിങ് ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അതായത് ബേബിക്ക് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വർക്കിങ്ങേ ഇല്ല, ഇവർക്ക് ഓൾറെഡി ഒരു ഇറിറ്റബിൾ ഇമോഷൻസ് ആണുള്ളത്. അപ്പോൾ അത് ഒന്നും ഓപ്ഷൻ അല്ല. മിനിമൈസ് ഡിഫോമിറ്റി ആൻഡ് ഇൻക്രീസ് മൊബൈൽ, അതായത് ബേബീസിനെ ഡിഫോമിറ്റി കുറയ്ക്കുക, അതായത് ഫിസിയോതെറാപ്പി ചെയ്യുക, റീഹാബിലിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ഒത്തിരി ഇരുന്നിരുന്ന് ഡിഫോമിറ്റി വരാതെ പിന്നെ മൊബിലിറ്റി കൂട്ടുക. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ എ ആണ് ആൻസർ. നെക്സ്റ്റ്, അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ ട്രക്കിയ ആൻഡ് ഈസോഫാഗസ്. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു എന്താണ് അബ്നോർമൽ കണക്ഷൻ. അത് ഓഫ് കോഴ്സ് കണക്ഷനാണ്. അബ്നോർമൽ അത് ഇങ്ങനെ ഒത്തിരി ഈസി ആയിട്ടുള്ള ആൻസർ നമ്മൾ എപ്പോഴും തെറ്റിക്കും, കാരണം നമ്മൾ പെട്ടെന്ന് അറിയാമല്ലോ. അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ ട്രക്കിയ ആൻഡ് ഈസോഫാഗസ്. ഈസോഫാജിൽ എട്രീഷ്യ എന്ന് കാണുമ്പോൾ വേഗം ഇടാൻ ഞാൻ ഈസോഫാജിൽ എട്രീഷ്യ അല്ല, പൈലോറിക് സ്റ്റെനോസിസ് അല്ല, ഹെർസ്പ്രിംഗ് ഡിസീസ് അല്ല, ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുലയാണ്. ഹെയർ സ്പ്രിംഗ് ഡിസീസൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കൺജനൈറ്റൽ മെഗാകോളൻ ആണത്. സോ ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുലയാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെക്ഷൻ. ഓൾറെഡി വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.